തല മസാജ് ചെയ്യേക്കും. പിന്നെ അവരെ ശരീരത്ത് വയറ് മാത്രം തിരുമാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ശരീരം മുഴുവൻ ഒരു ഡ്രസ്സ് എന്ന് പറയാൻ ഒരു തുണി മാത്രം, ഒരു ലേശം തുണി മാത്രം അവരെ നെഞ്ച് മാത്രം മറക്കത്തേ ഉള്ളൂ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ഞാൻ ഇന്നലെ ഫേസ് ടു ഫേസ് മീഡിയ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജ്, അതിനകത്ത് ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോ ഞാൻ ഇന്നലെ കണ്ടു. കുറച്ചു നേരം കണ്ടതിന് ശേഷം ഞാൻ അതിൻ്റെ ലിങ്ക് സേവ് ചെയ്ത് വെച്ചു. കാരണം നാളെയോ ആ വീഡിയോ അവിടെ കാണുമോ എന്ന് അറിയണമല്ലോ, എന്നിട്ട് നോക്കാമെന്ന് കരുതി. പക്ഷെ ഇപ്പോഴും നിലവിൽ ആ ഒരു വീഡിയോ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇടാമെന്ന് കരുതി. സംഭവം ഇതാണ്, ട്രിവാൻഡ്രത്താണ് സംഭവം. അതായത് ഒരു വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന ഒരു സ്ത്രീ വന്നൊരു പരാതി പറയുകയാണ്, തന്നെ ആ വീട്ടിലുണ്ടായിരുന്ന കൊച്ചമ്മ അല്ലെങ്കിൽ ഉടമസ്ഥ എന്നെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഉടമസ്ഥനല്ല, ഒരു പെണ്ണ് തന്നെ, ഒരു ഉടമസ്ഥ എന്നെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്തു എന്നാണ് ഈ ഒരു സ്ത്രീ പറയുന്നത്. ഇവിടെ ഞെട്ടിക്കുന്ന കാര്യം മറ്റൊന്നാണ്. ഈ ലൈംഗികമായി പീഡിപ്പിച്ചത് ആരും ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ സ്ഥലം SI കൂടിയാണ് എന്നുള്ളതാണ്. അതായത് ഒരു ലേഡി ഇൻസ്പെക്ടറാണ് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചത് എന്നാണ് ഇവരുടെ ആരോപണം. മനസ്സിലായോ? അതായത് മസാജ് ചെയ്യണം എന്നുള്ള രീതിയിൽ എന്നെ വിളിച്ച് നിരന്തരം രാവിലെയും വൈകിട്ടും, രാവിലെയും രാത്രിയും നിരന്തരം എന്നെ പീഡിപ്പിക്കുമായിരുന്നു. എനിക്ക് നീതി വേണം എന്നുള്ള രീതിയിലാണ് ആ ഒരു വീഡിയോ. ഇവരിതിനകത്ത് ആ ലേഡീസ് ഇൻസ്പെക്ടറുടെ ഫോട്ടോ ഉൾപ്പെടെ, പേരുൾപ്പെടെ, വളരെ കൃത്യമായിട്ട് ഫോട്ടോ ഉൾപ്പെടെ ഇവർ അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഒരു സ്ത്രീ പലയിടത്തും കൊണ്ട് ഒരുപാടെടുത്ത് കേസും കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? വനിതാ കമ്മീഷനിലും അങ്ങനെ കുറേ എടുത്ത് കേസും നിലവിൽ കൊടുത്തിട്ടുണ്ട്. ഇവര് ഈ പറയുന്ന ലേഡി പോലീസ് ഇൻസ്പെക്ടറുടെ ഫോട്ടോ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. തൽക്കാലം ഞാൻ ഈ പറയുന്ന ലേഡി ഇൻസ്പെക്ടറുടെ ഫോട്ടോ ബ്ലർ ചെയ്യുന്നുണ്ട്. അതുമല്ല അവരുടെ പേര് വരുന്ന ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളയുന്നുമുണ്ട്. അതിന് കാരണമുണ്ട്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, നമ്മളിപ്പോൾ കേൾക്കുന്നത് ഒരു സൈഡ് മാത്രമാണ്. അവർ പറയുന്ന സൈഡ് മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. മറുവശം കൂടി കേൾക്കണം. മനസ്സിലായോ? ഇതൊരു ചെറിയൊരു ആരോപണമല്ല, ഇതൊരു വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറുവശത്ത് അവരുടെ വാദവും കൂടി കേട്ടാൽ, അവരുടെ സൈഡും കൂടി കേട്ടാൽ നമുക്കൊരു വിധി പറയാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഈ ലേഡി പോലീസ് ഇൻസ്പെക്ടറുടെ പിന്നെ പേരും ഈ പറയുന്ന എന്താണ് പിക്ചറൊക്കെ ഞാൻ ഇവിടെ ബ്ലർ ചെയ്യുകയാണ്. അതുമല്ല ഈ പരാതിക്കാർ അല്ലെങ്കിൽ ഈ ഇര എന്ന് അവകാശപ്പെടുന്ന ഈ ഒരു സ്ത്രീ പറയുന്നിടത്തും പലയിടത്തും എന്തോ ഒരു പൊരുത്തക്കേടുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. മനസ്സിലായോ? ഇതെന്റെ തോന്നൽ മാത്രമായിരിക്കാം, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങളിത് കംപ്ലീറ്റ് കാണുക, നിങ്ങൾ തന്നെ തീരുമാനിക്കാം ഇവർ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നുള്ളത്. അതായത് ഇവർ പറയുന്നത് മൊത്തം സത്യമാണോ, ഈ പറയുന്ന വില്ലത്തി ഈ പോലീസ് ഇൻസ്പെക്ടർ തന്നെയാണോ എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ. അതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ സബ് ചെയ്ത് കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ആദ്യം നമുക്ക് ഈ സ്ത്രീ പറഞ്ഞൊരു സാധനം നമുക്ക് കേൾക്കാം. അതിന് ശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം. അതിന് ശേഷം നിങ്ങളിത് മുഴുവനാ കണ്ടാലേ ഇതിന്റെ ക്ലാരിറ്റി കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് മുഴുവൻ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ആദ്യം ഈ സ്ത്രീ പറഞ്ഞത് എന്താണ് നമുക്ക് ആദ്യം നോക്കാം. എനിക്കുണ്ടായി, ഞാനൊരു പോലീസുകാരെ SI റൂട്ടിലാണ് നിന്നത്. ആരാണത്? സ്റ്റേഷൻ ഒരു വഞ്ചൂർ സ്റ്റേഷനായിരുന്നു. മഞ്ജൂർ സ്റ്റേഷൻ. സൗണ്ട് മ്യൂട്ട് ചെയ്ത് കേട്ടോ. എത്ര നാളെ നിങ്ങൾ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ട്? ഞാൻ ഇപ്പൊ 11 മാസമായി അവിടെ. അവരെ വീട്ടിൽ കൂടെ നിൽക്കുകയാണ്. എന്താണ് നിങ്ങൾക്ക് ഉണ്ടായത്? എനിക്ക് ഞാൻ വന്നൊരു 2 മാസം വരെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. സാധാ ജോലികളും ചെയ്യും, വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് തല മസാജ് ചെയ്ത് ആദ്യം തുടങ്ങി. അത് കഴിഞ്ഞ് തല ഒരു മണിക്കൂറൊക്കെ തല മസാജ് ചെയ്യാൻ ഒരു ഡോക്ടറെ നിന്ന് കുറേ മരുന്ന് മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. അതാണെന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ പറഞ്ഞ് അരിവാക്കണ വെള്ളത്തിനകത്ത് ഉലുവ ഇട്ട് വെച്ചേക്കാൻ പറഞ്ഞിട്ട് അതിനെ രാത്രിയിലാകുമ്പോൾ അത് മസാജ് ചെയ്തിട്ട് പിന്നെ ഈ മരുന്നുകൾ വീടോടെയാണ്. ശമ്പളം എനിക്ക് 18 രൂപ ശമ്പളം. ഏജൻസി വഴി ഞാൻ പുനലൂര് ഒരു ഏജൻസി വഴിയാണ് വന്നത്. ഏജൻസി മുഖാന്തരമാണ് പോയത്. അപ്പോൾ അവരെല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ട്. അതായത് 2 മാസമായിട്ട് ഒരു പോലീസ് ഇൻസ്പെക്ടറുടെ വീട്ടിലാണ് ഞാൻ ജോലിക്ക് നിൽക്കുന്നത്. 2 മാസം വരെ വേറെ വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നു. അതിനുശേഷമാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങിയത്. ഞാനൊരു ഏജൻസി വഴിയായിട്ടാണ് അവിടെ എന്താണ് ഈ പറയുന്ന ജോലിക്ക് പോയത്. ആദ്യം അതായത് ഈ മസാജ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഇവരുടെ ഈ പ്രശ്നം. ആദ്യം ഈ പറയുന്ന തലയിൽ മസാജ് ചെയ്യണം എന്നിടത്ത് നിന്നാണ് ഇത് തുടക്കം ഇടുന്നതാണ് ഈ ഒരു സ്ത്രീ പറയുന്നത്. ബാക്കി കേൾക്കാം.
അപ്പൊ ഈ പ്രശ്നമൊന്നും ഇപ്പൊ വിളിച്ചു പറയാൻ പറ്റിയില്ല. അവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് എന്റെ ഫോൺ പൊട്ടിപ്പോയി. ശരി അതുകൊണ്ട് നമ്പർ എടുക്കാനും വിളിക്കാനും ശരി എനിക്ക് ശരി പറ്റിയില്ല. ഈ ഒരു കേസ് നോട്ട് ചെയ്യണം. അതായത് ഇവർ പറയുന്നുണ്ട് ഒരു ഏജൻസിയിലാണ് എന്നൊരു, എനിക്ക് ചെറിയൊരു ഡൗട്ട് തോന്നാനുള്ള കാരണങ്ങൾ ഇവിടെയൊക്കെയാണ്. ഒരു ഏജൻസി വഴിയാണ് നമ്മൾ ഒരിടത്ത് പോകുന്നതെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരിക്കും, നമുക്ക് പെട്ടെന്ന് നമ്മൾ നേരെ ഏജൻസിയിലാണ് വിളിച്ചു പറയുന്നത്. ഇവരതിനെ തടയിടാൻ വേണ്ടിയിട്ട് പറയുന്നതായിട്ട് എനിക്ക് തോന്നി. അതായത് ഈ ഒരു പ്രശ്നങ്ങളൊന്നും എനിക്ക് ഏജൻസിയിൽ വിളിച്ചു പറയാൻ പറ്റിയില്ല, എന്റെ ഫോൺ തറയിൽ വീണ് പൊട്ടിപ്പോയി എന്നാണ് ഇവർ പറയുന്നത്. ബാക്കി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവര് കുറച്ചാൾ ഇങ്ങനെ ഈ തല മസാജ് ചെയ്യാക്കും. പിന്നെ അവരെ ശരീരത്ത് വയറ് മാത്രം തിരുമാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ശരീരം മുഴുവൻ ഒരു ഡ്രസ്സ് എന്ന് പറയാൻ ഒരു തുണി മാത്രം, ഒരു ലേശം തുണി മാത്രം അവരെ നെഞ്ച് മാത്രം മറക്കത്തേ ഉള്ളൂ. അത് കഴിഞ്ഞ് അവർ തിരുമ തുടങ്ങിയവര് എന്നെ കൊണ്ട് പലതും ചെയ്യിച്ചു. പലതും എന്നെ കൊണ്ട് അവര് പറ്റിയുള്ള പല കാര്യങ്ങളും ചെയ്യിപ്പിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരെന്നെ കൊണ്ട് ചെയ്യിച്ചു. അത് കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് നല്ല പൊക്കമുള്ള പലകയിലാണ് അവർ കിടക്കുന്നത്. എനിക്ക് താഴെ നിന്ന് നല്ലോണം ഇംഗ്ലീഷ് നിന്ന് അവരെ തേക്കാൻ പറ്റത്തുള്ളൂ. അത്രയ്ക്ക് അത് 1 മണിക്കൂർ 1.5 മണിക്കൂർ. അത് രാവിലെ ഒരു 8:30 മണിയാകുമ്പോൾ കൊച്ചിക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് തുടങ്ങി ഒരു 9:30 മണിയാകുമ്പോൾ ഇത് നിർത്തും. അത് കഴിഞ്ഞ് അവർ കുളിച്ച് കാപ്പി എല്ലാം കുടിച്ച് അവർ ജോലിക്കും. അത് കഴിഞ്ഞ് വൈകിട്ട് ഒരു 11:30 12 മണിയാകുമ്പോഴത്തേക്ക് തുടങ്ങി ഒരു 12:45 അതുവരെ ഇതാണ് അവർ ജോലി. ഓക്കെ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. അതായത് ആദ്യം തലയിൽ നിന്ന് തുടങ്ങിയ മസാജ് പിന്നെ വയറിലേക്ക് മാത്രമായി, പിന്നെ എന്നെ വയറിൽ മാത്രം മസാജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നിർബന്ധിക്കുമായിരുന്നു. അതിനുശേഷം എന്താണ് എന്നെ കൊണ്ട് എല്ലാ, അതായത് സെക്സ് പരമായ ലൈംഗികപരമായിട്ടുള്ള എല്ലാം ഒരു പ്രകൃതി വിരുദ്ധ സെക്സിലേക്ക് തന്നെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചു എന്നാണ് ഈ സ്ത്രീയുടെ പരാതി. അത് രാവിലെ ഒരു സമയം, രാവിലെയും ഉണ്ട് നൈറ്റും ഉണ്ട്. രാവിലെ 8 മണിക്ക് തുടങ്ങി ഈ പറയുന്ന 12 മണി വരെ നീണ്ടു നിൽക്കുമെന്നും പിന്നെ അതിനുശേഷം രാത്രി 11:30 തുടങ്ങി അങ്ങനെ എന്നെ വളരെ ലൈംഗികമായിട്ട് ഇവരെന്നെ ഉപയോഗിച്ചു എന്നാണ് ഈ സ്ത്രീയുടെ വാദം. പിന്നെ ഇവർ ഒരുപാട് പിന്നീട് പരാതികൾ പറയുന്നുണ്ട്. എനിക്ക് ഒരുപാട് അമിത ജോലിയായിരുന്നു. പിന്നെ രാവിലെ ഇവർക്ക് 2 കുട്ടികളുണ്ട്. ഈ പറയുന്ന പോലീസ് ഇൻസ്പെക്ടർക്ക് 2 കുട്ടികളുണ്ട്. അവരെ ഇന്നടുത്ത് കൊണ്ട്, അതായത് അവിടെ നിന്ന് വളരെ കിലോമീറ്റർ ദൂരെ അകലെ ഈ പറയുന്ന ട്യൂഷന് കൊണ്ടാക്കണം. ഞാൻ അവിടെ ഇരിക്കണം, 7 മണി വരെ അവിടെ ഇരിക്കണം, എന്നിട്ട് കുട്ടിയെ തിരിച്ചു വിളിച്ചു കൊണ്ടുവരണം. ഇപ്പോൾ ഇവർക്ക് 18,000 ശമ്പളം എന്നൊക്കെ പറയുന്നുണ്ട്. അതുമല്ല എന്നെ എന്ത് ചെയ്തു, എനിക്ക് ഒരു റെസ്റ്റ് തരത്തില്ല, എന്നെ ഉറങ്ങാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ കുറച്ച് ഈ എന്താണ് അവര് അത്രയും എന്നെ കഷ്ടപ്പെട്ട് 18 രൂപ വാങ്ങിച്ചുകൊണ്ട് എനിക്ക് ഈ ഒരു പറയുന്ന ഒരു ലൈംഗിക ചൂഷണം മാത്രമല്ല എന്നെ അല്ലാതെയും എന്ത് ചെയ്തു ഒരുപാട് കഷ്ടപ്പെടുത്തി എന്ന് പറയുന്നു. അതുമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിപ്പോ 2 മാസം കഴിഞ്ഞാണ് ഇവരെന്ത് ചെയ്തു പറയുന്ന ലൈംഗികമായിട്ട് ഈ പറയുന്ന പോലീസ് ഇൻസ്പെക്ടറായ സ്ത്രീ ചൂഷണം ചെയ്തു തുടങ്ങിയത്. പക്ഷെ ഇതൊരു 11 മാസം വരെ ഇതൊരു ചൂഷണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോഴേക്കും നമുക്ക് ഈ പറയുന്ന നോർമലി നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: 11 മാസം വരെ നിങ്ങൾ എന്തിനാ അവിടെ സഹിച്ചു നിന്നു എന്നുള്ളതാണ് അല്ലേ? നിങ്ങൾക്ക് എന്താണ് ഇറങ്ങി പോകാമായിരുന്നു അല്ലേ? 2-ാം മാസം തൊട്ട് താങ്കളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നുണ്ട് എങ്കിൽ, താങ്കൾ ഇതുപോലെ പ്രകൃതി വിരുദ്ധത ലൈംഗികതയ്ക്ക് താങ്കളെ പ്രേരിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ താങ്കൾ നിർബന്ധപൂർവ്വം താങ്കളെ അത് ഒരു പ്രാവശ്യം ഡെയിലി 2 പ്രാവശ്യം ആ ഒരു പോലീസ് ഇൻസ്പെക്ടർ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു കുറവ്, നല്ല പൊക്കും തടിയും നല്ല സൗന്ദര്യമായ ഒരു പോലീസ് ഇൻസ്പെക്ടറാണ് ഇവർ കാണിക്കുന്ന ഫോട്ടോയിലുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ എന്തുകൊണ്ട് പിന്നീട് ഇറങ്ങിപ്പോയില്ല? അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ വിളിച്ച ആ ഏജൻസിക്കാരുടെ അടുത്ത് എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇവർ പറയുന്നുണ്ട് 2-ാം മാസമാണ്. എനിക്ക് ചെറിയ ഇത് ലിങ്ക് ആവാത്ത കേസുകൾ ഞാൻ പറഞ്ഞുതരാം. 2-ാം മാസം തുടങ്ങി 11-ാം മാസം ആയപ്പോഴാണ് ഇവർ ഈ ഒരു പരാതിയായിട്ട് പുറത്തു വരുന്നത്. ഇവർ പറയുന്നുണ്ട് ഈ ഏജൻസി വഴിയാണല്ലോ വന്നത്. ഏജൻസി വഴി വരുമ്പോൾ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഏജൻസി വിളിച്ച് പറയണം എന്നുള്ളതാണ്. അപ്പൊ അതിന് അവർ പറയുന്ന ഒരു മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഏജൻസി വിളിച്ച് ഈ ഒരു സംഭവം പറയാൻ പറ്റിയില്ല, കാരണം ഞാൻ വന്നപ്പോൾ എൻ്റെ ഫോൺ തറയിൽ വീണ് പൊട്ടി എന്നാണ് അവർ പറയുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്: 2-ാം മാസം തൊട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ട്, 11-ാം മാസമാണ് നിങ്ങൾ പുറത്തിറങ്ങുന്നത്, 11-ാം മാസം ഇറങ്ങപ്പോഴാണ് നിങ്ങളുടെ ഫോൺ പൊട്ടിയത്. 2-ാം മാസം തൊട്ട് ഈ 11-ാം മാസം വരെ ഉള്ള സമയത്തിൽ ഒരിക്കൽ പോലും നിങ്ങൾ എന്തുകൊണ്ട് ഏജൻസിയെ വിളിച്ചു പറഞ്ഞില്ല എന്നുള്ളത് വളരെ വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അവിടെ. ഓക്കെ, നിങ്ങളെ കൊണ്ടുവരുന്നത് ഏജൻസി ആണല്ലോ, ഏജൻസി നിങ്ങൾക്ക് പറയാമായിരുന്നു. ഇനിയും ഇവരെന്തുകൊണ്ട് പോയില്ല എന്നുള്ളത്, അതായത് 11 മാസം എന്തുകൊണ്ട് നിങ്ങൾ അവിടെ നിന്നു എന്നുള്ള ക്വസ്റ്റ്യൻ ഇവർ പറയുന്ന ഒരു മറുപടി ഉണ്ട്. ആ മറുപടി നമുക്കൊന്ന് കേൾക്കാം. ഓക്കെ, ഇടയ്ക്ക് ഒരു ദിവസം ഞാൻ പറഞ്ഞു, മേഡം ഞാൻ ഈ അടുത്ത മാസം കൂടെ നിൽക്കുള്ളൂ, എനിക്ക് ഇറങ്ങണം എന്ന് ഞാൻ പറഞ്ഞു അത് പറ്റൂല, എനിക്ക് ഒരു കേസ്, നിലവിൽ എനിക്കൊരു കേസുണ്ട്. അപ്പോഴും അവർ പറഞ്ഞു അത് കേസ് ഉള്ളതെന്ന് പറഞ്ഞാൽ അടുത്തുള്ള സ്റ്റേഷൻ മുഖാന്തരം ഇപ്പം
പല വിഷയങ്ങളായി വീട്ടു ജോലിക്ക് പോകാൻ പറ്റൂല. നീ ഇവിടെ കയറിയത് അതിന് മുന്നേ ഇങ്ങനെ ഇത് വരണതിന് മുന്നെയാണ് കയറിയത്. അതുകൊണ്ട് നിനക്ക് ഇവിടെ നിൽക്കണമെങ്കിലേ നിൽക്കാവെന്ന് പറഞ്ഞ് ഭീഷണി തുടങ്ങി. ഇവരിങ്ങനെ പറഞ്ഞ് തന്നെ അവരെ നിർത്തിയത്. അല്ലെങ്കിൽ ഞാൻ 2 മാസത്തിന് മുന്നേ ഇറങ്ങി ഇപ്പൊ കോടതിയിൽ കേസ് നിലനിൽക്കുകയാണ്. കേസ് വിളിച്ചു തുടങ്ങിയില്ല. ഇതുവരെ വിളിച്ചു തുടങ്ങി. അപ്പൊ അവര് കേട്ടല്ലോ. എന്തുകൊണ്ട് ഞാൻ 2 മാസം കഴിഞ്ഞ് ഇറങ്ങിയില്ല എന്നതിനുള്ള ഉത്തരമാണ് ഇവർ പറഞ്ഞത്. അതായത് ഞാൻ കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ എന്നൊന്നും പറയുന്നില്ല. ഒരിടയ്ക്ക് ഞാൻ പറഞ്ഞു ഞാൻ ഇനി നിൽക്കുന്നില്ല, ഞാൻ അടുത്ത മാസം തൊട്ട് ഞാനിവിടെ നിർത്തുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു പോലീസ് ഇൻസ്പെക്ടറായ സ്ത്രീ പറഞ്ഞു അങ്ങനെ നിർത്തി നിനക്ക് വേറെ ഒരിടത്തും ജോലി കിട്ടത്തില്ല. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഈ പറയുന്ന ഇവരുടെ പേരിൽ ഒരു കേസ് ഉണ്ട് എന്നുള്ളത്. ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, എന്ത് തരം കേസാണ് താങ്കളുടെ പേരിൽ ഉള്ളത് എന്ന് ആദ്യം അറിയണം. അതായത് മറ്റൊരിടത്തും ജോലിക്ക് നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള കേസ് എന്താണ്? പോലീസ് ഇൻസ്പെക്ടർ അങ്ങനെ പറഞ്ഞുവെങ്കിലും ചെറിയ ഏതെങ്കിലും പെറ്റി കേസോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർ ഒരു കാര്യമില്ല, ആരും വേണം ജോലിക്ക് എടുക്കാം. ഒരിടത്തും ജോലിക്ക് നിൽക്കാൻ പറ്റാത്ത തരത്തിലുള്ള കേസ് താങ്കൾക്ക് എന്താണ്, അത് വിളിച്ചു തുടങ്ങിയില്ല എന്ന് പറയുന്നു. അത് ആദ്യം നമ്മൾ അറിയണം. ഇതൊരു വാലിഡ് ആയിട്ടുള്ള, അതായത് ഇവർ പറയുന്നത് കഴമ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കഴമ്പുള്ളതായിട്ട് തോന്നുന്നില്ല. ഇവിടെ എന്തൊക്കെ ഒരു ഉടായ്പ് മണക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി എന്തുകൊണ്ട് ഈ ഉടായ്പ് മണക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ അടുത്ത പരാമർശവും കൂടി നിങ്ങൾ കേൾക്കണം, അതും കൂടി കേൾക്കാം. നാട്ടിൽ പോയി കണ്ടിട്ട് 4 വർഷമായി വീട്ടിൽ നിന്ന് വന്നിട്ട്. അപ്പോൾ എവിടെയെങ്കിലും ചെന്ന് നിന്നിട്ട് പിള്ളേരെ വിളിക്കും, കാണുകയൊക്കെ ചെയ്യുമായിരുന്നു. ആ പിള്ളേരെയും കൂടെ ഇവര് ഇപ്പൊ പൈസ കൊടുത്തോ എന്തോ ചെയ്തെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ആ പിള്ളേരും കൂടെ ഇവരെ സൈഡാണ്. ഇത് SI അല്ലേ മഞ്ജു മേഡത്തിന് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ കൊള്ളാമോ, അങ്ങനെ ചെയ്യാൻ കൊള്ളാമോ എന്നൊക്കെയാണ് ഇപ്പൊ അവര് ഇല്ല, അവർക്ക് ഞാൻ കൊടുത്തതോ ഒന്നുമില്ല. പക്ഷെ അവരും കൂടെ അവരെ സൈഡിൽ നിന്ന് ഒറ്റപ്പെട്ടു. എങ്ങും എനിക്ക് പോവാൻ. ഓക്കെ, ഇവിടെയാണ് മറ്റൊരു ലിങ്ക് കിടക്കുന്നത്. അതായത് ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മക്കള് 2 മക്കൾ എന്തുണ്ട്, ഈ മക്കള് ഈ പറയുന്ന പോലീസ് ഇൻസ്പെക്ടറുടെ കൂടെയാണ് എന്നുള്ളതാണ്. പൈസ കൊടുത്താണോ എന്താണെന്ന് അറിഞ്ഞൂടാ. ഈ പരാതിക്കാരിയുടെ അല്ലെങ്കിൽ ഇരയെന്ന് അവകാശപ്പെടുന്നവരുടെ മക്കൾ ഇൻസ്പെക്ടറുടെ കൂടെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നൊന്നും ഞാൻ ഒറ്റപ്പെട്ടു എന്നും ഇവർ പറയുന്നു. ഇവിടെയൊക്കെയാണ് എനിക്ക് സംശയങ്ങൾ സ്വാഭാവികമായിട്ട് നമുക്ക് വരുന്നത് എന്നുള്ളതാണ്. അല്ലേ? അതുപോലെ ഇവർ ഇതിനകത്ത് പറയുന്നുണ്ട്, ഇടയ്ക്ക് വെച്ചിട്ട് ഇവരെന്തോ ഇവരുടെ ഈ പറയുന്ന ആധാറോ അങ്ങനെ എന്തോ കുറച്ച് സർട്ടിഫിക്കറ്റ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അതിനകത്ത് ഈ പ്രശ്നത്തിന് ശേഷം പോയപ്പോൾ അവർ തന്നില്ല. ആ സമയത്ത് സ്വന്തം മോളെ സ്പീക്കറിട്ട് വിളിച്ചിട്ട് ഈ ഒരു പോലീസ് ഇൻസ്പെക്ടർ പറഞ്ഞു എന്ന്, നിന്റെ അമ്മയെ ഞാൻ ഇവിടുന്ന് ഗർഭിണിയാക്കി വിട്ടിട്ടുണ്ട്, ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്, ഇപ്പം മറ്റാരുടെ കൂടെയാണ്, ഇനി നീ തന്നെ നോക്കണം, ആരുടെയെങ്കിലും പോയി ഗർഭിണിയാവണോ എന്ന് നീ തന്നെ നോക്കണം എന്ന് എൻ്റെ സ്വന്തം മോളെടുത്ത് വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നുള്ളതാണ്. നിന്റെ അമ്മയെ ഞാൻ ഗർഭിണിയാക്കി വിട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതിനർത്ഥം എനിക്ക് പെട്ടെന്ന് തോന്നുന്നത് ഈ അമ്മ എവിടെയൊക്കെ പോയി, ഞാനിങ്ങനെ ഇപ്പോൾ ഇവർ ആരോപിക്കുന്ന ഒരു ആരോപണം ഉണ്ടല്ലോ, അത് പലയിടത്തും പോയി അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവർ അങ്ങനെ പറഞ്ഞത്, എൻ്റെ അമ്മയെ ഞാൻ ഗർഭിണിയാക്കി വിട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതിനെനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വിശ്വാസക്കുറവ് എനിക്ക് ഇതിനകത്തുണ്ട് പല കാര്യങ്ങളും. ഒന്നാമത്തെ കേസ്, ഇവരുടെ മക്കളെല്ലാം ഈ പറയുന്ന ഇവരുടെ കൂടെയാണ്, ഈ പറയുന്ന ലേഡി ഇൻസ്പെക്ടർ എന്ന് പറയുന്ന അവരുടെ കൂടെയാണ്. അതുമല്ല ഇവരെ ഇങ്ങനെ പീഡിപ്പിച്ചു, രാവിലെയും ഉച്ചയൊക്കെ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോഴും ഇങ്ങനെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന അതിന്റെ പുറത്തൂടെ അവർക്ക് അമിതമായ മറ്റു പല ജോലികളും ഒക്കെ കൊടുക്കുന്നു. അവർ മറ്റു പല ജോലിയിൽ നിന്നൊക്കെ ഇവർ പറയുന്നൊക്കെ ഈ പറയുന്ന വളരെ നിസ്സാരമായ കാര്യങ്ങളാണ്. കൊച്ചിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ട്യൂഷന് കൊണ്ടാക്കാൻ നിൽക്കുന്നു, അവിടെ ഉച്ചയ്ക്ക് കൊണ്ടാക്കിയിട്ട് വൈകിട്ട് 3-4 മണിക്കൂർ അവിടെ നിൽക്കേണ്ടതായിട്ട് വരുന്നു. അതൊക്കെ സ്വാഭാവികമാണ്. അതുപോലെ എന്നെ പിന്നീട് എന്താണ് അങ്ങനെയല്ല, എനിക്ക് എന്നെ ഉറക്കം അവിടെ വാഷിംഗ് മെഷീൻ ഉണ്ട്, പഴയ കാലത്തെ കഥ പോലെ വാഷിംഗ് മെഷീൻ ഉണ്ട്. എന്നെ വാഷിംഗ് മെഷീനിൽ എന്നെ അലക്കാൻ സമ്മതിക്കില്ല, കല്ലിൽ കൊണ്ട് എന്നെ തൊട്ടടുത്ത് എനിക്ക് ബസ്സിൽ പോകാൻ സമയത്ത് നടന്നു തന്നെ പോയി വാങ്ങണം. അങ്ങനെയുള്ള കുറെ നമ്മൾ കേട്ടു പഴകിയ കുറെ കാര്യങ്ങളും. അതുമല്ല ഇവർ പറഞ്ഞതിലുള്ള ഒരു വൈരുദ്ധ്യതയുണ്ട്, മനസ്സിലായില്ല. അതായത് ഈ പറയുന്ന ഏജൻസി വഴിയാണ് വന്നത്, ഏജൻസി വഴിയായിട്ട് വന്നിട്ട് അവരതിനകത്ത് എടുത്താരോ പറയിപ്പിച്ചതുപോലെ എനിക്ക് തോന്നിയത് അതിനകത്ത്. അതായത് എനിക്ക് ഏജൻസി വിളിച്ച് പറയാൻ സാധിച്ചില്ല, എന്താണ് എൻ്റെ ഫോണ് പിന്നെ പൊട്ടിപ്പോയി, തകർന്നു പോയതിന് എനിക്ക് ഏജൻസി ഈ വിഷയം പറയാം, ഏജൻസിയുടെ ഇവർ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ചോദ്യം, 2 മാസം കൊണ്ടുണ്ട്, 11ാം മാസം നിങ്ങൾ പുറത്തിറങ്ങിയപ്പോഴാണ് നിങ്ങളുടെ ഫോൺ പൊട്ടിയത്. ഈ 2 മാസം കൊണ്ട് വീണ്ടും ഒരു 9 മാസത്തെ ഗ്യാപ്പ് അവിടെ കിടപ്പുണ്ട്. അപ്പം അവിടെയൊന്നും എന്താ അതുപോലെ നിങ്ങൾക്ക് ഏജൻസിയിൽ എടുത്ത് പറയുന്ന എനിക്കിങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് പറയാൻ സാധിച്ചില്ല എന്നുള്ളത്. താങ്കളുടെ കേസ് എന്താണെന്ന് അറിയണം. എനിക്ക് പൊതുത്തിൽ തോന്നിക്കഴിഞ്ഞാൽ ഇവർക്ക് എന്തോ ഒരു കുടുംബ പ്രശ്നം, അല്ലെങ്കിൽ അവരോടുള്ള ഒരു വൈരാഗ്യം, അല്ലെങ്കിൽ എൻ്റെ മക്കൾ അവരെ കൂടെ നിൽക്കുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നം,
അതൊന്ന് വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ മനഃപൂർവ്വം പറഞ്ഞതാണോ എന്നാവാനാണ് ചാൻസ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പറയുമ്പോൾ അവരുടെ ശരീരഭാഷയുണ്ട്, അവർ പറയുന്ന ലോജിക്ക് ഉണ്ട്, അത് ലിങ്ക് ആകുന്നു, എന്നൊക്കെ നമ്മൾ തിരക്കുമ്പോൾ എനിക്കിപ്പോൾ ഇവരെ ഞാൻ സംശയ ദൃഷ്ടിയിൽ നിർത്തിക്കുകയാണ്. അതായത് ഈ പറയുന്ന പരാതിക്കാരി സംശയ ദൃഷ്ടിയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞ് ഈ പറയുന്ന ഇൻസ്പെക്ടർ പുണ്യാളെ ആണെന്നൊന്നും ഞാൻ പറയുന്നത് എനിക്ക് അറിയത്തുമില്ല. പക്ഷെ നമ്മൾ ഒരു ആരോപണം ഒരു സ്ത്രീക്കിന് മേലിൽ ഒരു മറ്റൊരു സ്ത്രീ വന്ന് പറഞ്ഞാലും തെളിവില്ലാതെ, അല്ലെങ്കിൽ പക്ക തെളിവ് വേണം. ഇവരുടെ ഈ പറയുന്ന ഈ ഒരു വാമൊഴി കൊണ്ട് മാത്രം, ഇവരുടെ ഈ ഒരു മൊഴി കൊണ്ട് മാത്രം നമുക്ക് അവരെ കുറ്റം പറയാനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനോ സാധിക്കില്ല എന്നുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തും. ഇവർ പറയുന്നതിൽ എന്തെങ്കിലും ജെന്യൂനിറ്റി ഉണ്ട്, അവർ പറയുന്നത് സത്യമായിരിക്കും, അതോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാവുമോ, എന്തെങ്കിലും പ്രതികാരം ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ മക്കളെ കിട്ടാൻ വേണ്ടിയിട്ട് അവർ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്ത കഥയാണോ? നിങ്ങളുടെ കമന്റ് നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.